ചിലപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ഒരു ബ്രഷ് ദീപികയുടെ മുഖത്ത് തൊടാൻ കിട്ടിയാൽ മേ ബി ഞാൻ ചാടി എഴുന്നേറ്റ് പോയി ചെയ്തേക്കും. ചിലപ്പോൾ എനിക്ക് ജീവൻ കിട്ടുന്ന അവിടെ നിന്നായിരിക്കാം. പേളിമണിയുടെ കല്യാണ മേക്കപ്പ് ചെയ്തപ്പോൾ അവളുടെ ആദ്യത്തെ വളകാപ്പ്, ആ ഒരു ഫങ്ഷന് എന്നെ വിളിക്കുക, ഞാൻ തന്നെ അത് ആ വളകാപ്പിന് മേക്കപ്പ് ചെയ്യുക എന്നുള്ളത് അവളുടെ ഒരു ഡ്രീമായിരുന്നു. ഞാൻ ഒരിക്കലും എൻ്റെ കമ്മ്യൂണിറ്റിക്കിടയിൽ വന്നിട്ടല്ല ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയത്. 1, 2, 3, 4, 5 വീടുണ്ട്. പക്ഷെ എൻ്റെ അമ്മേനെ എനിക്ക് അത്രയും വലിയ വീട്ടിൽ താമസിപ്പിക്കണമെന്നുള്ള ആഗ്രഹം. ഐ ആം വെരി മച്ച് ഇൻട്രോവേർട്ട്. അറ്റ് ദ സെയിം ടൈമിലും മാക്സിമം എക്സ്ട്രോവേർട്ടുമാണ്. ആക്ച്വലി നമ്മുടെ യഥാർത്ഥ സ്കിൻ കളർ എന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റിന് മുകളിൽ കാണുന്നതാണ്. ബ്രസ്റ്റിന് മുകളിൽ കാണുന്ന കളർ നമ്മുടെ ഫേസിൽ വരില്ല. എപ്പോഴും നമ്മൾ ഈ കളർ നമ്മുടെ ഫേസുമായിട്ട് മാച്ച് ആക്കുക എന്നുള്ളതാണ്. ഡയറക്റ്റ് സൺസ്ക്രീൻ ഉപയോഗിക്കരുത്, ഡയറക്റ്റ് ഫൗണ്ടേഷൻ ഉപയോഗിക്കരുത്. ഓസിന് കിട്ടിയാൽ ആസിഡും വാങ്ങി തേക്കും വെളുക്കുമെന്ന് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മുടെ മലയാളീസ്. വെഡ്ഡിങ് സെക്ഷനുകളിൽ വരുമ്പോൾ മറ്റേ സ്ഥിരം ക്ലയൻസിന് ചിലപ്പോൾ നിങ്ങൾക്ക് സ്കിന്നിന്റെ ഇതൊക്കെ മനസ്സിലാവുമായിരിക്കും. പക്ഷേ ഈ വെഡ്ഡിങ് സീസൺ വരുന്ന സമയത്ത് നമുക്ക് ബൾക്കായിട്ട് ആളുകൾ നമ്മളെ സമീപിക്കും. അപ്പൊ എങ്ങനെയാണ് അത്ര കുറഞ്ഞ സമയം കൊണ്ട് ആളുടെ സ്കിന്നിന്റെ ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കുക? ഞാൻ ചോദിക്കും സ്കിന്നിൽ ഇതിനു മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൺസേൺ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനു മുമ്പ് അവർ മേക്കപ്പ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടോ, മേക്കപ്പ് ചെയ്തപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസുകൾ വന്നിട്ടുണ്ടോ, ഓക്സിഡൈസ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടോ, നിങ്ങൾക്ക് ചേരാത്ത ഹെയർ സ്റ്റൈൽ പോലെ തോന്നിയിട്ടുണ്ടോ, ചേരാത്ത ലിപ്സ്റ്റിക്ക് പോലെ തോന്നിയിട്ടുണ്ടോ, ഇതെല്ലാം നമ്മൾ കൺസേൺ എടുക്കണം. ഇനി അതിനേക്കാളുപരി അവർക്ക് എന്തെങ്കിലും അലർജി അസുഖങ്ങളുണ്ടോ, അവരെന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നവരാണോ, ഇതെല്ലാം നമ്മൾ ചോദിച്ചറിയണം. അപ്പം ഞാനിതെല്ലാം കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. ഏതെങ്കിലും പ്രോഡക്റ്റ് പർട്ടിക്കുലറായിട്ട് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഫൗണ്ടേഷനുകളുണ്ടോ, അത് മാത്രം അത് മാറുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുരുക്കളോ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ ആ പ്രോഡക്റ്റ് വെച്ച് ഞാൻ ചെയ്തു തരാമെന്ന് പറയാറുണ്ട്. അല്ലാണ്ട് എൻ്റെ പ്രോഡക്റ്റ് തന്നെ യൂസ് ചെയ്യണമെന്ന് പറയാറില്ല ഞാൻ. പക്ഷെ ചിലർ എന്നോട് നിങ്ങൾ എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി 10-25 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് അതൊരു ഇൻസൾട്ടിങ് ആയിട്ട് തോന്നാറുണ്ട്. ഇത്രയും അത്യാവശ്യം നിൽക്കുന്ന ഒരാളല്ലേ, അപ്പം അവരെടുത്ത് വന്നിട്ട് നിങ്ങൾ എന്ത് പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നത്, ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും അവർക്ക് അറിയണമെന്നുണ്ട്. പറയണമെന്ന് നിർബന്ധമില്ല. ഞാനപ്പം ഞാൻ ചോദിക്കും മോൾക്ക് ഏതൊക്കെ പ്രോഡക്റ്റ് അറിയാം, ആ പേര് പറ, ആ പ്രോഡക്റ്റ് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനത് പറയാം. അല്ലാണ്ട് ഞാൻ എൻ്റെ പ്രോഡക്റ്റ് മോളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം എൻ്റെ കയ്യിൽ വേൾഡിൽ ദ നമ്പർ 1 പ്രോഡക്റ്റ്, ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം, ലാപ്രറി പോലത്തെ ഫൗണ്ടേഷനുകൾ എൻ്റെ കയ്യിലുണ്ട്. അത് മോൾക്ക് അറിയാമോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ആ കുട്ടി വണ്ടടിക്കും, ഓ അങ്ങനെയൊക്കെ പ്രോഡക്റ്റ് ഉണ്ട്. അപ്പം അവരെ ക്യാപ്സൂളിന് അകത്ത് നിൽക്കുന്നവരാണ്. ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് കേട്ട് ചിന്തിക്കുന്നത്. പക്ഷെ അവിടെ നമ്മളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രോഡക്റ്റ് നോളജ് അറ്റ് ദ സെയിം ടൈമിൽ സ്കിൻ അനാട്ടമി അറിഞ്ഞിരിക്കണം. അതുപോലെ ഇപ്പൊ മേക്കപ്പ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ ഏത് സെലക്ട് ചെയ്യണം ഇപ്പോഴും ധാരണയില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഏത് ഫൗണ്ടേഷനാണ് നമുക്ക് സ്യൂട്ട് ആവുക, അത് തിരഞ്ഞെടുക്കുന്ന എങ്ങനെയാണെന്ന് പോലും അറിയാത്ത ആളുകളുണ്ട്. അവരോടൊക്കെ രഞ്ജു സാധാരണ രീതിയിൽ ഇപ്പം ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഓക്കെ, അതല്ലാതെ നമ്മളിപ്പം ഡെയിലി റൊട്ടീൻ ചെയ്യുന്ന ആളുകളുണ്ടാവും, സ്വയം മേക്കപ്പ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് എങ്ങനെയാണ് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ? ഇപ്പൊ നമുക്ക് എപ്പോഴും നമ്മുടെ ഏഷ്യൻസിനെ അപേക്ഷിച്ച് നമ്മൾ ബ്രൗണിഷുകാരാണ്. ഈ ബ്രൗണിഷിന്റെ അണ്ടർടോൺ എന്ന് പറയുന്നത് ഒരു മഞ്ഞ കലർന്ന നേർവരകളാണ് നമ്മൾ അണ്ടർടോൺ. നമ്മുടെ സ്കിന്നിൻ്റെ പുറമേ കാണപ്പെടുന്ന സ്കിൻ കളറിനെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഒരു അണ്ടർടോണുകൾ നമുക്കുണ്ട്. അപ്പോൾ എല്ലാ ഫൗണ്ടേഷനുകളും നമുക്ക് സൂട്ടബിൾ ആവില്ല. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തുടർച്ചയായിട്ടൊരു 4-5 ദിവസം നമ്മൾ വെയിൽ കൊണ്ട് വന്നിട്ട് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻ്റെ കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അവിടെ ഒരു ഗ്രേയിഷ് കയറി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ബിക്കോസ് ടാൻ വന്നടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മളവിടെ ഫൗണ്ടേഷൻ ഷെയ്ഡ് വ്യത്യാസം വരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളെപ്പോഴും വാമാണോ ന്യൂട്രലാണോ കൂളാണോ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ മോസ്റ്റ് ഓഫ് ദ ഏഷ്യൻസ് ന്യൂട്രലാണ്. അപ്പോൾ ന്യൂട്രൽ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പലർക്കും ഈ N എന്താണെന്നും C എന്താണെന്നും W എന്താണെന്നും അറിയത്തില്ല. എഴുതിയിട്ടുണ്ട്, ഇതെന്താണ് എന്നറിയത്തില്ല. ഇപ്പോൾ W എന്ന് വെച്ച് കഴിഞ്ഞാൽ വാം കാറ്റഗറിയിലുള്ളതാണെന്നാണ്. WC എന്ന് എഴുതി കഴിഞ്ഞാൽ അത് വാം കൂൾ എന്നാണ്. N എന്ന് എഴുതി കഴിഞ്ഞാൽ ന്യൂട്രൽ എന്നാണ്. NC എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രൽ കൂളാണ്. NW എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രൽ വാം ആണ്. അപ്പോൾ ഇതെന്താണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മൾ ആ ഒരു എന്താ പറയുക ഷോപ്പിലെ ആളുകളോട് ചോദിക്കുക ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ
എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം, ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അറിയാം, കുറേം കൂടെ അപ്ഡേറ്റഡ് ആണ്. ഞാൻ പറയുമ്പോൾ സാധാരണ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ കയ്യിലിട്ടിട്ടാണ് പല ഇതും ചെക്ക് ചെയ്യുക. അത് പോസിബിൾ ആണോ? യഥാർത്ഥത്തിൽ രണ്ട് ടോൺ അല്ലേ? പക്ഷേ ആക്ച്വലി നമ്മുടെ യഥാർത്ഥ സ്കിൻ കളർ എന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റിന് മുകളിൽ കാണുന്നതാണ്. ബ്രസ്റ്റിന് മുകളിൽ കാണുന്ന കളർ നമ്മുടെ ഫേസിൽ വരില്ല. എപ്പോഴും നമ്മൾ ഈ കളർ നമ്മുടെ ഫേസുമായിട്ട് മാച്ച് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നമ്മൾ ശരിക്കും ഒരു ഫൗണ്ടേഷൻ എടുത്തിട്ട് നമ്മുടെ നെക്ക് മേൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഫോർഹെഡിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് മൂന്നിനും കൂടി ഒന്ന് കമ്പൈൻ ചെയ്യുക. അപ്പോൾ ഈവൺ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ബ്ലെൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ഓക്കെയാണ്. ബട്ട് അവിടെയെല്ലാം അതിനെ കറക്റ്റ് ചെയ്യാൻ ഒരു കളർ കറക്റ്ററും കൂടി യൂസ് ചെയ്യുവാണെങ്കിൽ മേക്കപ്പ് ഈസ് ബെസ്റ്റ്. അതുപോലെ ചിലർ ഈ പറഞ്ഞ പോലെ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ പലർക്കും ചിലർക്ക് അത് അലർജിക്ക് ഉണ്ടാക്കും, ചിലർക്ക് അത് എത്ര ക്വാളിറ്റി ഉപയോഗിക്കണം എന്ന് അറിയില്ല. പിന്നെ ചിലർക്കാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഇത് ഉപയോഗിക്കണോ എന്ന് എപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. പല യൂട്യൂബിലും നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസുകളൊക്കെ പലതും കാണുന്നുണ്ടാവും. ഡയറക്റ്റ് സൺസ്ക്രീൻ ഉപയോഗിക്കരുത്, ഡയറക്റ്റ് ഫൗണ്ടേഷൻ ഉപയോഗിക്കരുത്. ഫൗണ്ടേഷന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യണം, കളർ കറക്റ്റർ യൂസ് ചെയ്യണം. ഇതൊരു സപ്പോർട്ടിങ് സിസ്റ്റമാണ്. അതിനുശേഷമേ നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്നതുപോലെ തന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഫേസ് വാഷ് നന്നായിട്ട് ചെയ്യുക, അതിനുശേഷം മോയ്സ്ചറൈസിങ് അപ്ലൈ ചെയ്യുക. മോയ്സ്ചറൈസിങ് നന്നായിട്ട് അബ്സോർവ് ആയതിനു ശേഷമേ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതും നമ്മൾ ഇട്ടുടനെ തന്നെ ചാടി വെയിലത്തിറങ്ങാനും പാടില്ല. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷനിലൊക്കെ നിൽക്കുമ്പോൾ ചിലർ ഇങ്ങനെ ചുമ്മാ വാരി ഇടാറുണ്ട്. പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറാണ്. അത് സൺ എക്സ്പോസ് കൂടത്തതേ ഉള്ളൂ. അപ്പം നമ്മൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറമേ കാണുന്ന ഒരു ലെയർ, സ്കിൻ ലെയർ എന്ന് പറയുന്നത് വളരെ നേരിയതാണ്. അപ്പോൾ അത് നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നും മറ്റ് കെമിക്കൽസുകളിൽ നിന്നും ബാക്ടീരിയകളിൽ നിന്നും നമ്മുടെ യഥാർത്ഥ ചർമ്മത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഡെർമിസ് എന്ന് പറയുന്ന നമ്മുടെ യഥാർത്ഥ ചർമ്മത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലർക്കും അതിനെപ്പറ്റി ധാരണയില്ല. അപ്പോൾ സൺസ്ക്രീൻ കിട്ടിയ വാരിയം ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൺസ്ക്രീൻ ഒരു കവചമാണ്. ഒപ്പം നമ്മുടെ എപ്പിഡെർമിസ് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു കവചമാണ്, യഥാർത്ഥ ചർമ്മത്തിൻ്റെ കവചമാണ്. അപ്പോൾ അത് ശരിക്കും മോയ്സ്ചറൈസിങ് അപ്ലൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ചില സൺസ്ക്രീൻ ചില ആളുകൾ ഉപയോഗിക്കുമ്പോൾ പൊള്ളൽ പോലെ അതെന്തുകൊണ്ടായിരിക്കും? അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ്. അതിൻ്റെ ക്വാണ്ടിറ്റി ഇപ്പം ഓസിന് കിട്ടിയാൽ ആസിഡും വാങ്ങി തേക്കും വെളുക്കുമെന്ന് കേട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മുടെ മലയാളീസുകൾ. അപ്പോൾ 50% ഡിസ്കൗണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ചാടി അവിടെ വീഴും അല്ലേ. ഈ 50% ഡിസ്കൗണ്ട് എന്തുകൊണ്ടാണ് ഇടുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് എക്സ്പീരി ആയിട്ടുള്ള ഒരു ഡേറ്റിൽ ഒരു പ്രോഡക്റ്റ് എനിക്കുണ്ടെങ്കിൽ അതെനിക്ക് എത്രയും പെട്ടെന്ന് തീർക്കണം, അതാണ്. പക്ഷെ ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് അതിനൊരു ടൈം ഡ്യൂറേഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പലരും അത് ചെക്ക് ചെയ്യില്ല. ഇത്രയും കാലം കൂടി നമുക്കത് യൂസ് ചെയ്യാം. നമ്മൾ ഓപ്പൺ ആക്കുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ നമ്മളത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളത് 6 മന്തോളം അത് യൂസ് ചെയ്യാതിരിക്കുവാണെങ്കിൽ ആ പ്രോഡക്റ്റ് ഡാമേജ് ആണ്. മനസ്സിലായില്ലേ? നമ്മളൊരു പ്രോഡക്റ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മളത് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് നമുക്ക് എത്ര കാലം വരെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ബട്ട് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കുറച്ച് യൂസ് ചെയ്തിട്ട് മൂടി വെച്ച് കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് ബാക്ടീരിയ കയറും. നമ്മളിപ്പോഴും പുതിയ കാലത്ത് ശ്രദ്ധിക്കാതെ ട്രാൻസ്ജെൻഡേഴ്സ് ഏറ്റവും കൂടുതൽ മേക്കപ്പ് രംഗത്തേക്ക് വരുന്നുണ്ട്. മുൻകാലങ്ങളിൽ അങ്ങനെ ഒരു സംഭവം കുറവായിരുന്നു. ഇപ്പൊ രഞ്ജു വരുന്ന കാലത്ത് വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒരുപാട് ഇപ്പൊ സൂര്യ ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് പേര് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിനീത, നമ്മുടെ സീമ വിനീത്, അങ്ങനെ കുറേ ആളുകൾ ഇതിലേക്ക് വരികയാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു രംഗം ചൂസ് ചെയ്യാൻ കൂടുതൽ ആളുകൾ അതിലേക്ക് വരാനൊരു കാരണം? ദെൻ ഒരു നമ്മളായിട്ട് അംഗീകരിക്കുന്ന ഒരു ലോകമാണത്. എസ്പെഷ്യലി ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ, ഫീമെയിൽ ബ്രൈഡ്സുകൾക്കെല്ലാം ഭയങ്കര ഒരു കംഫർട്ടബിൾ സോണാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം അവരെ അത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്താണ് അവർ മേക്കപ്പ് ചെയ്യുന്നത്. എസ്പെഷ്യലി ട്രാൻസ് കമ്മ്യൂണിറ്റികളെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ കുട്ടികളും മേക്കപ്പ് ഫീൽഡിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ സൂര്യ ആണെന്നുണ്ടെങ്കിലും, ഹരിണി ആണെങ്കിലും, പിങ്കി ആണെങ്കിലും, സീമയാണെങ്കിലും, ലക്ഷ്യയാണെന്നുണ്ടെങ്കിലും, ഇപ്പം അങ്ങനെ കുറേ പേര് ട്രാൻസ് കമ്മ്യൂണിറ്റികളിൽ നിന്ന് പ്രൊഫഷണൽ രംഗത്തേക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിട്ട് വരുന്നുണ്ട്.
അപ്പം ഹണി ആണെങ്കിൽ എയിൻ ഹണി ആരോഗ്യം, അവൾ മേക്കപ്പ് കോഴ്സ് പഠിച്ചതാണ്, പട്ടൺ റഷീദ് ആർട്ടിൽ മേക്കപ്പ് കോഴ്സ് പഠിച്ചതാണ് പിങ്കി വിശാലിൻ്റെ കൂടെ. പക്ഷെ അവൾ മേക്കപ്പ് ലോകത്തേക്ക് വരാത്ത എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അവൾ മോഡലിംഗ് രംഗത്താണ് കുറച്ചുകൂടി ശോഭിക്കുന്നത് നമുക്ക് തോന്നിയതുകൊണ്ടാണ്. ഇപ്പോൾ ദയ ഒരിക്കലും മേക്കപ്പ് ഫീൽഡിലേക്ക് വരില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. അവളിപ്പോൾ മൈക്രോ ബ്ലേഡിങ്, സെമി പെർമനൻ്റ് ഐലാഷ് ഫിറ്റിങ്, ബേബി സ്കിൻ കെയറിങ് ട്രീറ്റ്മെൻറ്റുകൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര അത്ഭുതമായി. കാരണം അവളതങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളെ ആയിട്ട് അംഗീകരിച്ച് സ്വയം പര്യാപ്തരാകുന്ന ഒരു മേഖല ചൂസ് ചെയ്യുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമ്മൾ എപ്പോഴും ഈ സൊസൈറ്റിയുടെ ഭാഗമാണ്, യുനോ. അപ്പോൾ ഈ സൊസൈറ്റിയുടെ ഭാഗമാണെന്ന് പറയുമ്പോൾ നമ്മളൊരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നതല്ല. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളൊരു വിഭാഗത്തിനേക്കാൾ ഉപരി നമ്മൾ ഈ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെപ്പോഴും സൊസൈറ്റിയുടെ ഭാഗമാണ്. വി ആർ നോട്ട് ഓൺലി ട്രാൻസ് കമ്മ്യൂണിറ്റി, നമ്മളെപ്പോഴും കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്, അല്ല സൊസൈറ്റിയുടെ ഭാഗമാണ്. അറ്റ് ദ സെയിം ടൈമിൽ കമ്മ്യൂണിറ്റി തന്നെയാണ്. അപ്പം അങ്ങനെ കുറേ കുട്ടികൾ വരുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. അവർ ചെയ്യുന്ന ഓരോ വർക്കുകൾ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആകാറുണ്ട് ഓരോരുത്തരും. അപ്പം ഞാൻ പണ്ടും പറയാറുള്ളതാണ്, ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള കുട്ടികളെ അങ്ങനെ ഒരു തരത്തിൽ ഒരിടത്ത് മാറ്റി നിർത്താൻ പറ്റത്തില്ല. ഫാഷൻ മേഖലയിലാണെങ്കിലും, ആക്ടിങ് മേഖലയിലാണെങ്കിലും, റൈറ്റിംഗ് മേഖലയിലാണെന്നുണ്ടെങ്കിലും, മേക്കപ്പിൻ്റെ മേഖലയിലാണെന്നുണ്ടെങ്കിലും, ഡിസൈനിങ് മേഖലയിലാണെങ്കിലും, ആർട്സിൻ്റെ മേഖലയിലാണെങ്കിലും ഒന്നും അവരെ മാറ്റി നിർത്താൻ പറ്റത്തില്ല. മൾട്ടി ടാലൻറ്റഡ് ആണ്. നമ്മൾ 2018 നമ്മൾ ഒരുപാട് ഇതുപോലെ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം നമ്മൾ സംസാരിച്ചൊരു കാര്യം, എന്താണ് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക, കമ്മ്യൂണിറ്റിക്ക് വേണ്ടി രഞ്ജുവിന് എന്ത് ചെയ്യാൻ കഴിയും, സർക്കാരിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കുറേ നാളായല്ലോ, എന്താണ് രഞ്ജുവിന് അവർക്ക് വേണ്ടി സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതെന്നാണ് തോന്നുന്നത്? ഞാൻ അവർക്ക് സംഭാവനകൾ ചെയ്യാനുള്ളത് എന്ത് ഞാൻ അവർക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഞാനിവിടെ വന്ന് കൊട്ടി ആഘോഷിച്ചിട്ട് അതൊരു വൈറൽ ന്യൂസ് ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എന്ത് ചെയ്യാൻ അവർക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. ഈവൻ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിലും ആസ് എ പേഴ്സൺ എൻ്റെ വ്യക്തിപരമായിട്ട് നിന്ന് ഓരോരുത്തരെ സഹായിക്കുവാനും ഞാൻ എങ്ങനെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളത് കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ നമ്മൾ അന്ന് സംസാരിച്ചപ്പോഴേ കുറേ എന്തെങ്കിലും പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും ചോദിക്കും, അതിൽ എങ്ങനെയാണ് നമുക്ക് അവർക്ക് വേണ്ടിയിട്ടൊരു എന്തെങ്കിലും സർക്കാരിന്റെ ധനസഹായം ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുവാൻ നമ്മളെല്ലാവരും കൂടി ശ്രമിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ പലപ്പോഴും പറയും, എനിക്ക് ആരും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ജീവിക്കുന്നത്. അത് പോസിബിൾ അല്ല, അല്ലേ? അറ്റ്ലീസ്റ്റ് ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ ചെന്ന ഒരു ചായ എടുത്തു തരാനെങ്കിലും ഒരാളുടെ സഹായം നമുക്ക് വേണം, ഇല്ലേ? ചായ അടിക്കുന്ന ഒരാളല്ല, അത് വാങ്ങുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ. അതുപോലെ തന്നെയാണ് നമ്മൾ കുറേ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ച് ആ ശ്രമങ്ങളെല്ലാം അത് എന്താ പറയുക, അത് കൃത്യമായിട്ടത് പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച്. അപ്പം നമ്മളൊരാളുടെ നന്മ ആഗ്രഹിക്കുമ്പോൾ ആ നന്മയിലെ പൂർണ്ണതയും കൂടി എല്ലാവരും അംഗീകരിക്കണം. ഞാനൊരു സുപ്രഭാതത്തിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വന്ന ഒരാളല്ല, അല്ലേ? വലിയൊരു ജേർണി ആയിരുന്നു. ഞാൻ ഒരിക്കലും എൻ്റെ കമ്മ്യൂണിറ്റിക്കിടയിൽ വന്നിട്ടല്ല ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയത്. ബാക്ക് ടു മൈ ലൈഫ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എത്രയോ കാലം മുമ്പേ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് വന്ന, ഡാൻസിൻ്റെ മേഖലയിലും സിനിമ മേഖലയിലും ഒക്കെ ഞാൻ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിട്ടും ഒക്കെ ഞാൻ പെട്ടെന്ന് കയറി വന്ന ഒരാളല്ല. എൻ്റെ ജേർണി അത്രയും കഠിനമായിരുന്നു. അപ്പോൾ അതുപോലെ ആകരുത്. എനിക്ക് കിട്ടുന്ന ഇടങ്ങൾ എൻ്റെ കുട്ടികൾക്കും വേണം, അല്ല എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ കമ്മ്യൂണിറ്റികൾക്കും വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചതിൽ നിന്ന് ഒരുപാട് മാസ്റ്റർ പ്ലാനുകളെല്ലാം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷെ അവിടെ അതൊക്കെ വെട്ടിച്ചുരുക്കപ്പെടുകയാണ് ചെയ്തത്. ആ വെട്ടിച്ചുരുക്കപ്പെട്ടപ്പോൾ ഉള്ള ഒരു മാനസിക വിഷമം കൊണ്ട് ഞാൻ പതുക്കെ ബാക്കിലേക്ക് തിരിയാണ്. അവിടെയാണ് ഹൂ ആം ഐ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. നമ്മൾ ആർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, എന്തിനു വേണ്ടിയിട്ട് ശബ്ദമുയർത്തുന്നു, ഇതൊരിക്കൽ നമുക്ക് തിരിച്ചു വരുമെന്നുള്ളത് മനസ്സിലാക്കി. അത് നന്മ ചെയ്താലും തിന്മ ചെയ്താലും, അല്ലേ? അത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ബാക്ക് ടു മൈ ലൈഫ്. അവിടെ ചിലപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ഇടം തേടി പിടിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇപ്പോഴും ചേർത്ത് പിടിക്കേണ്ടവരെ ഞാൻ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഒരു സഹായം ചോദിച്ച് വന്നു കഴിഞ്ഞാൽ
എന്നാൽ കഴിയുന്ന തരത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കുവാനും ഞാൻ ബാധ്യസ്ഥയാണ് എന്നുള്ള ചിന്ത എനിക്കുണ്ട്. ഞാനങ്ങനെ കൈയൊഴിയാറില്ല പറ്റുന്നിടത്തോളം വരെ. എൻ്റെ അക്കാഡമിയിൽ ഒരു ബാച്ചിൽ ഒരു കമ്മ്യൂണിറ്റി എങ്കിലും ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഓരോ ബാച്ചുകളിലും ഞാൻ ഓരോ കമ്മ്യൂണിറ്റികളെ ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിക്കും. അവരതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെയും മെൻറ്റാലിറ്റി വ്യത്യാസമാണ് അല്ലേ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, നീ ഇങ്ങനെ ചിന്തിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. എനിക്ക് വഴി കാട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. ആ വഴി ചൂസ് ചെയ്യുക എന്നുള്ളത് അവരുടെ മാത്രം ചോയ്സാണ്. ഉണ്ണാൻ ഇല്ലാത്തവനൊരു ഊട്ടുവര ചൂണ്ടിക്കൊടുക്കാം. ആ ഊട്ടുവരെ പോവുക എന്നുള്ള ഉത്തരവാദിത്തം അവർക്കാണ്. ഇനി അവർ ഊട്ടുവരെ പോയില്ല, നമുക്ക് കൂട്ടിക്കൊണ്ട് പോകാം. ഊട്ടുവരെ പോയി കൂട്ടിക്കൊണ്ട് പോവുകയും നമ്മൾ ചെയ്ത് ഊട്ടുവരെ കാണിച്ചു കൊടുത്തു. അവിടെ ചെന്ന് അവര് ഭക്ഷണം വിളമ്പി വെച്ചു, അവർ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉരുട്ടി അവരുടെ വായിലേക്ക് വെച്ച് കൊടുക്കാം. പക്ഷെ അത് ഇറക്കുക എന്നുള്ള ഉത്തരവാദിത്തം അവരുടേതാണ് അല്ലേ. അവിടം വരെ ഞാൻ എത്തിയിട്ടുണ്ട്. മാറ്റത്തെ പറ്റി ഞാൻ ആലോചിക്കുന്നില്ല. കാരണം മാറ്റങ്ങൾ ഇവിടെ അനിവാര്യമാണ് എന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ തെളിയിച്ചതാണ്. മാറുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ചിന്താഗതിയാണ്. മാറ്റപ്പെടണമെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ മാത്രം ചിന്താഗതിയാണ്. ഞാൻ മാറിയ ഒരാളാണ്. ഞാൻ എങ്ങനെ ജീവിക്കണമെന്നുള്ളത് എൻ്റെ മാത്രം റൈറ്റ്സാണ്. അത് ഞാൻ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ, ഒരാൾക്കോ ഹാർട്ട് ടച്ച് ചെയ്യാതെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞാൻ ഇപ്പം എടുത്തിരിക്കുന്നൊരു ഡിസിഷൻ. ബിക്കോസ് നമ്മൾ ഈ ഒരു കയ്യിനെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാൽ എനിക്ക് എത്ര നേരം നിർത്താൻ പറ്റുമെന്നുള്ളത് എൻ്റെ മെൻറ്റാലിറ്റിയാണ് ഇല്ലേ. ഞാൻ മറ്റൊരു കൈ പിടിച്ച് മുറുക്കെ പിടിക്കുമ്പോൾ ഞാൻ ആ കൈ വിടരുത് എന്ന് ആഗ്രഹിച്ചാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് കൂടി വിചാരിക്കണം. പതുക്കെ 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 ആ ബലം കുറയും അല്ലേ. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സ്നേഹത്തോടു കൂടി ഒരാളെ ഹഗ് ചെയ്യുന്നതും ആർട്ടിഫിഷ്യലായിട്ടൊരു ഹഗ് ചെയ്യുന്നതും നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ആ ഇറുക്കി പിടിക്കുന്നതിൻ്റെ സുഖവും അയിഞ്ഞു പിടിക്കുന്നതിൻ്റെ സുഖവും രണ്ടും രണ്ടാ. തീർച്ചയായും നമ്മൾ കുറേ കാര്യങ്ങൾ അന്ന് പ്ലാനിലുണ്ടായിരുന്നു, ഇങ്ങനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അല്ലേ. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഇന്നും എൻ്റെ ഒരു ഡ്രീമാണ് ഒരു ഗ്രാമം. ഒരു ഗ്രാമം എൻ്റെ ഡ്രീമാണ്. അവിടെ കുട്ടികൾ പഠിക്കാൻ പോകുന്നു, ജോലി ചെയ്യുന്നു, കൃഷി ചെയ്യുന്നു, സന്തോഷം മാത്രമുള്ള ആ ഒരു ഗ്രാമം എൻ്റെ സ്വപ്നമാണ്. സാധാരണ എല്ലാവരും വീട് എന്ന് പറയുന്ന എല്ലാവരുടെയും സ്വപ്നമാണ്, എല്ലാവരുടെയും ഭയങ്കര സ്വപ്നമാണ്. രഞ്ജു വലിയൊരു വീട്ടിൽ, അതും റെന്റിന് ഇത്രയും വലിയൊരു വീട്ടിൽ താമസിക്കുന്നത് ഒരു കൗതുകമാണ് സത്യത്തിൽ. കാരണം സാധാരണ രീതിയിൽ എല്ലാവരും സ്വന്തം വീട് അങ്ങനെ ഒരു വലിയൊരു ബംഗ്ലാവിലേക്ക് ട്രാൻസ്ഫോർ ചെയ്യും. ഇത് ഇത്ര ഒരാളിങ്ങനെ വളരെ വലിയൊരു വീട്ടില് അല്ലേ, വലിയ വീടല്ലേ. അല്ല, ഇവിടെ കൊച്ചിയിലുള്ള ഒരു വീടുണ്ടല്ലോ അത് ഭയങ്കര എന്താണ് അതിന്റെ എക്സ്പീരിയൻസ്. അല്ല, സ്വന്തമായിട്ട് വീടുണ്ടല്ല എന്നല്ല പറഞ്ഞത്. ഇവിടെ കൊച്ചിയിൽ എയർപോർട്ടിന് അടുത്ത് അങ്ങനെ ഒരു വീടില്ലേ? 1 2 3 4 5 വീടുണ്ട്. ഞാനത് എന്താ പറയാ, നമ്മളെ എനിക്ക് ഇത്രയും ഉണ്ട് എന്ന് കാണിക്കുന്നതിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മയാണ് എനിക്ക് മുഖ്യം. എൻ്റെ അമ്മയുടെ ഡ്രീമായിരുന്നു ഒരു വെയിൽ കൊള്ളാത്ത, മഴ പെയ്താൽ ചോരാത്ത, കെട്ടുറപ്പുള്ള ഒരു വീട്. പക്ഷെ എൻ്റെ അമ്മേനെ എനിക്ക് അത്രയും വലിയ വീട്ടിൽ താമസിപ്പിക്കണമെന്നുള്ള ആഗ്രഹം. മനസ്സിലായ? അതാണ് ഞാൻ അങ്ങനെ ഒരു വീട് ചൂസ് ചെയ്തത്. ബട്ട് ഇനിയിപ്പോ എൻ്റെ ഡ്രീം മുഴുവൻ ദുബായിലാണ്. ദുബായ് വീട്ടിലേക്കാണ്. ദുബായിൽ ഇപ്പൊ വീടൊക്കെ സെറ്റായി, വലിയ സ്വപ്നം നടക്കട്ടെ. വണ്ടിയോട് ഭയങ്കര ക്രേസ് ആണോ? നോ, സത്യത്തിൽ എനിക്ക് വണ്ടിയോട് ഒട്ടും ക്രേസ് ഇല്ലാത്ത ഒരാളാണ്. ദൈവം തമ്പുരാനാണ് സത്യം, ഞാൻ നുണ പറയുന്നല്ല. പക്ഷെ ഇതെല്ലാം എൻ്റെ ആക്സിഡൻ്റലി സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോ വണ്ടികളും ആക്സിഡൻ്റലി സംഭവിച്ചിട്ടുള്ളതാണ്. അത് ചിലപ്പോൾ ചില ബന്ധങ്ങളിൽ നിന്നുണ്ടാകുന്നതായിരിക്കാം ആ ക്രേസ്. ഇപ്പം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഓപ്പോസിറ്റ്, ഞാൻ കൂട്ടുകൂടുന്ന ഒരാളിൻ്റെ ഇഷ്ടങ്ങൾ ചിലപ്പോൾ എൻ്റെ ഇഷ്ടങ്ങളായി മാറിയേക്കാം അല്ലേ. അപ്പം അങ്ങനെ വന്നിട്ടുള്ളതാണ് ഈ കാറുകളെന്ന് പറയുന്ന സംഭവം. അല്ലാണ്ട് ഞാൻ എപ്പോഴും
ഇപ്പോഴാണ് ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചത്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഒരു 1.5-2 വർഷം ആവുന്നതേ ഉള്ളൂ ഇപ്പോഴാണ് വണ്ടി ഓടിക്കാൻ. അപ്പോഴും എനിക്ക് വണ്ടി എടുത്തിട്ടുണ്ട്, വണ്ടി വർഷങ്ങളായിട്ടുണ്ട്. പക്ഷേ എനിക്ക് വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു ഓട്ടോമാറ്റിക് കാർ മാത്രമേ എനിക്ക് ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ കയ്യിലുള്ളത് താറാണ്, താർ റോക്സ്. അപ്പം ആ താർ റോക്സ് മാത്രമേ എനിക്ക് ഓടിക്കാൻ പറ്റുന്നുള്ളൂ. മറ്റുള്ള വണ്ടികളൊക്കെ ഓടിക്കണം എന്നുണ്ടെങ്കിൽ ആശ്രയം വേണോ, മറ്റൊരാളുടെ ആശ്രയം വേണോ? അതെല്ലാം ഒരു ഇഷ്ടങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള ഇഷ്ടങ്ങളാണ്, മനസ്സിലായ. അല്ലാണ്ട് കാറിനോട് ഗ്രേസ് അല്ലെങ്കിൽ വലിയ ബംഗ്ലാവ് ഇതൊന്നും എന്നെ പേഴ്സണലി അറിയാവുന്നവർക്കറിയാം. ഞാൻ എത്രത്തോളം സിമ്പിളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം അവർക്കിടയിൽ ഞാൻ വളരെ ഓപ്പൺ അപ്പാണ്. സത്യത്തിൽ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. സീരിയസ്ലി ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ഞാൻ പെട്ടെന്നൊന്നും ഞാനൊരു ഇൻട്രോവേർട്ടാണ്. ഞാൻ പെട്ടെന്നൊന്നും അങ്ങനെ ആരുമായിട്ടും ഇടപഴകില്ല, കണക്ട് ആവില്ല. ഇപ്പൊ ഒരു ഫംഗ്ഷൻ, ഒരു പൊതു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ചിരിച്ച മുഖമായിരിക്കും, പക്ഷെ ഞാൻ ആരുമായിട്ടും പെട്ടെന്ന് കയറി വർത്താനം പറയുകയോ എന്നോട് വന്ന് വർത്താനം പറഞ്ഞ ആ കണക്ഷൻ, ആ ഒരു ബോണ്ടിങ് അങ്ങനെ പോകുമ്പോഴാണ്. ഇപ്പം സ്നേഹമെന്ന് പറയുന്നത് ഒരു നിമിഷം കൊണ്ടുണ്ടാകും, പല നിമിഷങ്ങൾ കൊണ്ടാണ് അത് വളരുന്നത്. അതേ ഒരു നിമിഷം കൊണ്ട് ആ സ്നേഹം ഇല്ലാതാവുകയും ചെയ്യും. എന്നാൽ പല നിമിഷങ്ങൾ കൊണ്ട് അതിനെ യോജിപ്പിക്കാനും കഴിയുന്നില്ല. ദാറ്റ് ഇസ് റിയാലിറ്റി അല്ലേ? ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ നമ്മൾ വിശ്വാസം, നമ്മുടെ ബഹുമാനം, നമ്മുടെ വിലപ്പെട്ട സമയം, ഇതെല്ലാം നമ്മൾ സ്നേഹത്തിന് വേണ്ടി സമർപ്പിക്കുന്നുണ്ട്. ഒരു നിമിഷം കൊണ്ട് അതെല്ലാം ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് കടന്നുപോയിട്ടുള്ള ഒരാളല്ലേ? അത് കടന്നു പോയിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഐ എം വെരി മച്ച് ഇൻട്രോവേർട്ട്. അറ്റ് ദ സെയിം ടൈമിലും മാക്സിമം എക്സ്ട്രോവേർട്ടുമാണ്. അതൊരു ഗ്രൂപ്പ് ഓഫ് ടീമിൻ്റെ ഇടയിൽ, സ്പെഷ്യലി ഇപ്പം എൻ്റെ വീട്ടിൽ വന്നാൽ അറിയാം, എനിക്ക് എത്ര സമയം വേണമെങ്കിലും എൻ്റെ റൂമിനകത്തിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റയ്ക്കിരിക്കാൻ, അലമാരി സെറ്റ് ചെയ്യുക, സാധനങ്ങൾ സെറ്റ് ചെയ്യുക, വീണ്ടും സെറ്റ് ചെയ്യുക, കട്ടിലിൽ കിടക്കുക, എന്തെങ്കിലും വായിക്കുക, ഇതൊക്കെയാണ് എൻ്റെ ഇഷ്ടങ്ങൾ. പിന്നെ അല്ലെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം നിൽക്കുക. അല്ലാണ്ട് ഞാൻ പോയിട്ട് അമ്മയുടെ അടുത്ത് കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ അമ്മ അത് അങ്ങനെയില്ല. അമ്മയോട് സംസാരിക്കേണ്ടതിന് കാര്യങ്ങളുണ്ട്, അത് കഴിഞ്ഞ്. ഇപ്പോൾ വീട്ടിൽ ഹരിണിയുണ്ട്, അവൾ കിച്ചണിൽ കയറി ഓരോ സാധനങ്ങൾ ഓരോന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിക്കും, അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തു. ഫുൾ ടൈം ഞാൻ റൂമിനകത്ത് തന്നെയാണ് ജീവിക്കുന്നത്. അമ്മ ഭയങ്കര തങ്കാണല്ലേ? അമ്മ ഭയങ്കര ഇതാണ്. അറ്റ് ദ സെയിം ടൈമിൽ ഇപ്പം ഞാൻ ദുബായിൽ പോയി കഴിഞ്ഞാൽ ഗീതി എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടുണ്ട്, ലിജയുണ്ട്. ഇത് മൂന്നും കൂടി കഴിഞ്ഞാൽ അവിടെ ഒരു ഉത്സവമാണ്, മനസ്സിലായോ? ആ ഉത്സവം വരുമ്പോൾ പുറമെ നിൽക്കുന്നവർ ഇവർ ഇത്ര ഇതായിരുന്നോ, അതായത് പൊട്ടത്തരങ്ങൾ പറഞ്ഞു ചിരിക്കുക, ഇതൊക്കെ നമ്മളായിട്ടിരിക്കുക. അപ്പം ഞാനായിട്ടിരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള സ്പേസ് ഉണ്ടാകണം, അല്ലേ? അതാണ്. ഈ കുറേ മേക്കപ്പ് ചെയ്തല്ലോ, ഇപ്പം സെലിബ്രിറ്റീസിന് ഒരുപാട് പേരെ ചെയ്തു. മുമ്പ് എപ്പോഴും പറയാം എനിക്ക് ദീപിക പദുക്കോണെ ചെയ്യണം അല്ലേ? അപ്പൊ ഒരാഴ്ചക്ക് ദീപിക പദുക്കോണിന്റെ കൂടെ ഉണ്ടാവുക അല്ലെ? അംബിക പിള്ളയുടെ ഒരു വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്നു, ഫാഷൻ ഷോയ്ക്ക്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് എന്റെ ആഗ്രഹം പൂർത്തീകരിച്ചോ? അത് വർഷങ്ങൾക്ക് മുമ്പല്ലേ, 2006 ആ സമയത്ത് ദീപിക സിനിമയിലേക്ക് വന്നിട്ടില്ല. ഐ തിങ്ക് എനിക്ക് തോന്നുന്ന, അല്ല, ദീപിക അന്ന് പറഞ്ഞതാണ്, ഓം ശാന്തി ഓമിന്റെ ഓഡിഷൻ കഴിഞ്ഞ് നിൽക്കുവാണ്, ഷോർട്ട് ലിസ്റ്റിലാണ്. അതേസമയം ആ കുട്ടി മലയാളത്തിലൊരു സിനിമയിലേക്ക് എൻട്രി ചെയ്യാൻ പോവാ, ഫിക്സഡ് ആയി. ആ സിനിമ പിന്നെ ചെയ്തത് പാർവതി മിൽട്ടൺ എന്ന് പറയുന്ന നടിയാണെന്ന് തോന്നുന്നു. അതെ, പാർവതി മിൽട്ടനാണ് ആ സിനിമ ചെയ്തത്. പക്ഷേ അവർ ഓം ശാന്തി ഓമിലേക്ക് സെലക്ഷൻ കിട്ടിപ്പോയി. അതിനുശേഷം ദീപിക പങ്കെടുത്തിട്ടുള്ള ഫംഗ്ഷനുകൾക്ക് പോകാനേ കഴിഞ്ഞിട്ടുള്ളൂ, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഇറ്റ് വാസ് മൈ ഡ്രീം എവർ. അത് ചിലപ്പോൾ മരിക്കുന്നതിന് മുമ്പ് ഒരു ബ്രഷ് ദീപികയുടെ മുഖത്ത് തൊടാൻ കിട്ടിയാൽ മേ ബി ഞാൻ ചാടി എഴുന്നേറ്റ് പോയി ചെയ്തേക്കും. ചിലപ്പോൾ എനിക്ക് ജീവൻ കിട്ടുന്ന അവിടെ നിന്നായിരിക്കാം. അല്ല, അതിപ്പോ രഞ്ജുവിനെ സംബന്ധിച്ച് അത്ര അകലെയാണോ ആ ഡ്രീം? അല്ല, ഓരോ ഡ്രീമുകളും എത്രത്തോളം അകലമാണ് അല്ലെങ്കിൽ അടുത്താണ് എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഡ്രീമുകൾ തന്നെയാണ്. അതൊരു ഡ്രീമാണ്. ഇപ്പം ഞാൻ പറയുകയാണ്, എനിക്ക് ദീപിക പദുക്കോണെ മേക്കപ്പ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം, അല്ലേ? അപ്പോൾ ദീപികയ്ക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്,
അല്ലേ? തീർച്ചയായും. അപ്പം ദീപിക എവിടെ പോയാലും ഞാനിങ്ങനെ വാച്ച് ചെയ്യാറുണ്ട്. ഓ നടക്കുന്നുണ്ടില്ലേ പുറകെ, എന്നെ എന്തുകൊണ്ട് വിളിക്കുന്നില്ല? ഞാൻ എത്രയോ പ്രാവശ്യം സ്വപ്നം കണ്ടിരിക്കുന്നു, ഒത്തിരി പ്രാവശ്യം. ശരിക്കും ഒരു സിനിമ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുന്നതും വർത്താനം പറയുന്നതും കാരവാനിലിരിക്കുന്നതും തമാശകൾ പറയുന്നതും ഒക്കെ ഞാൻ ഡ്രീം ചെയ്തിട്ടുണ്ട്, സ്വപ്നം കണ്ടിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് സത്യമായിരുന്നു അത്, അറിയില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അവസരം ചിലപ്പോൾ നടക്കും. നമ്മൾ അങ്ങനെയാണല്ലോ മാനിഫെസ്റ്റ് ചെയ്ത് 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 ചിലപ്പോൾ ഏതെങ്കിലും ഞാനത് മാനിഫെസ്റ്റ് ചെയ്യാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഡ്രീം വരുന്നുണ്ട്. പക്ഷെ ദീപികനെ മേക്കപ്പ് ചെയ്യുന്ന ഒരു മാനിഫെസ്റ്റിംഗിലേക്ക് ഞാൻ പോയിട്ടില്ല. മേ ബി ഇനി മുതൽ അത് തുടങ്ങണം. ചിലപ്പോൾ റിസൾട്ട് ഉണ്ടായാലോ. ഇപ്പൊ ദീപിക അല്ലാതെ വേറെ ആരെയാണ് അങ്ങനെ ഒരു ഡ്രീം ആയിട്ട് നമ്മുടെ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അവരുടെ സ്കിൻ അങ്ങനെ കണ്ടിട്ടൊന്നും തോന്നിയിട്ടില്ല? ഇല്ല. ഞാൻ ഈ അടുത്ത് മിർദീപ് സിറ്റി സെന്ററിൽ ദുബായിൽ പോയപ്പം ആലിയ ഭട്ട് അവിടെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ആലിയ ഭട്ട് എൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള നടിയാണ്. അത് ഗംഗുബായി കണ്ടതിന് ശേഷം ഒരു ഭയങ്കര ഒരു ആരാധന തോന്നിയിട്ടുള്ള ഒരു നടിയാണ് ആലിയ ഭട്ട്. കാരണം എൻ്റെ ലൈഫുമായിട്ട് ഭയങ്കര റിലേറ്റഡ് ആണ് ഗംഗുബായി. ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അത് തന്നെയാണ് എൻ്റെ ലൈഫ്. അപ്പോൾ എനിക്ക് ഗംഗുബായി കണ്ടതിന് ശേഷം ആലിയ ഭട്ടിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളോട് ഇഷ്ടമുണ്ട്. പക്ഷെ അവരോടൊന്നും എനിക്ക് മേക്കപ്പ് ചെയ്ത് നിൽക്കണം എന്നുള്ളൊരു മോഹമൊന്നുമില്ല. ഇല്ല. ആസ് എ പേഴ്സൺ, ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് എനിക്ക് കിട്ടേണ്ട എൻ്റെ പീക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടേണ്ട ലോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ദൈവം തന്നിട്ടുള്ളതെല്ലാം എനിക്കൊരു ബോണസാണ്. എല്ലാം എനിക്കൊരു ബോണസാണ്. അതിൽ ഞാൻ ഭയങ്കര താങ്ക്ഫുള്ളാണ് ദൈവത്തോട്. കാരണം ഇനി എനിക്ക് എന്താ പറയുക, ആ ഒരു ഡ്രീം എന്ന് പറയുന്ന ഒരു പാർട്ട് മാത്രമാണ്. അത് കിട്ടിയാൽ മാത്രമേ എൻ്റെ ജീവിതം സക്സസ് ആകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. ഈവൻ ദീപികയുടെ മേക്കപ്പ് അത് കിട്ടിയാൽ മാത്രം, അത് കിട്ടിയാൽ എനിക്ക് മോർ ഹാപ്പി, അത്രയേ ഉള്ളൂ. അവിടെ എൻ്റെ ജീവിതം സക്സസ് ആയെന്ന് എനിക്കൊരിക്കലും പറയില്ല. എൻ്റെ സക്സസ്ഫുൾ ജേർണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ജേർണി അവസാനിക്കുന്നില്ല. ഇതുപോലെ ചെയ്തിട്ട് നമുക്കൊരു പ്രതിസന്ധി ഉണ്ടായതെങ്കിലും ചിലപ്പോൾ മേക്കപ്പ് ചെയ്യുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ ഈ ഫീൽഡിൽ ഇത്രയും കാലം നിൽക്കുമ്പോൾ? ഏതെങ്കിലും ഒരു നടിക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ വരാതെ പോട്ടെ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ ഭയങ്കര കംഫർട്ടബിൾ ആണ് മമത മോഹൻദാസിനെ ചെയ്യുമ്പോൾ, മനസ്സിലായോ? അപ്പം ഞാനൊരു തെലുങ്ക് മൂവി, രുദ്രങ്കി എന്ന് പറയുന്നത് തെലുങ്ക് മൂവി ചെയ്യുന്ന സമയത്ത് ഞാൻ എവറി സാറ്റർഡേ ഷൂട്ട് കഴിഞ്ഞിട്ട് രാത്രി ഫ്ലൈറ്റിന് കൊച്ചിയിൽ വന്ന് ഞാൻ കല്യാണ മേക്കപ്പ് കഴിഞ്ഞിട്ട് മൺഡേ ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന് ഞാൻ ഹൈദരാബാദിൽ പോകും. അപ്പോൾ എനിക്ക് വേണ്ടി അങ്ങനെ സൗകര്യം ഒരുക്കി തന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് മമത. അപ്പോൾ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന ദിവസം എനിക്ക് വെഡ്ഡിങ് മേക്കപ്പ് ഉണ്ട്. ആ പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും മമത റിക്വസ്റ്റ് ചെയ്തു, ഇന്ന് ക്ലൈമാക്സ് വെക്കരുത്, എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഭാഗ്യം കിട്ടിയിട്ടുള്ളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഇവൻ ഇപ്പോൾ പേളിമണിയുടെ കല്യാണ മേക്കപ്പ് ചെയ്തപ്പോൾ അവളുടെ ആദ്യത്തെ വളകാപ്പ്, ആ ഒരു ഫങ്ഷന് എന്നെ വിളിക്കുക, ഞാൻ തന്നെ അത് ആ വളകാപ്പിന് മേക്കപ്പ് ചെയ്യുക എന്നുള്ളത് അവളുടെ ഒരു ഡ്രീമായിരുന്നു. അങ്ങനെയൊക്കെ ഭാഗ്യം കിട്ടുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകുക എന്നുള്ളത് ചെറിയ കാര്യമാണ്. എനിക്ക് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വെരി മച്ച് ബ്ലെസ്ഡ് ആണ് ഞാൻ. ബ്ലെസ്ഡ് ആണ്. അതിനേക്കാൾ ഉപരി ഹാപ്പിയാണ്. ദൈവം തന്നതെല്ലാം എനിക്ക് ബോണസാണ് ഇവിടെ.